അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പോട്ടിനകത്തോട്ട് നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. നമുക്ക് കിട്ടിയതായ പോട്ടി മിക്സാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നല്ല പൊടിഞ്ഞ കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പാമ്പിനെ തന്നെയാണ് ആദ്യമേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേരുമൊക്കെ ആയിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് എന്തുവേണമെന്നറിയാമോ, നമ്മുടെ മീൻ കട്ട് ചെയ്യുന്ന മാതിരിയൊക്കെ കട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മോ, അങ്ങനെ പണിപ്പുര കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പം കുറേ നാളായി നമ്മളൊരു ഗാർഡൻ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം നല്ല ചൂടുമൊക്കെയാണ്. അപ്പം നമ്മുടെ കുറേ ചെടികളൊക്കെ നമ്മളെ കൈവിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ചെടികളൊക്കെ ഇങ്ങനെ വയസ്സ് ഇങ്ങനെ മൂത്ത് ഒക്കെ നിൽക്കുന്നതുണ്ട്. ചട്ടി നിറഞ്ഞ് ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നതൊക്കെ ഉണ്ട്. അപ്പം അതിനെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് ചട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ആ ചട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് കിട്ടിയ ചട്ടികളാണ് ഇരിക്കുന്നത്. 25 ചട്ടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിറയ്ക്കാനായിട്ട് നമുക്ക് അതിൻ്റെ പോട്ടിംഗ് മിക്സും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിറയ്ക്കുന്നത് നോക്കാം. നമുക്ക് ചെടികളൊക്കെ എങ്ങനെയാണ് ഇതിനകത്തോട്ട് ആക്കുന്നതെന്നും കൂടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ മണ്ണ്, അതായത് നമുക്ക് കിട്ടിയതായ പോട്ടി മിക്സാണ് ഈ ഇരിക്കുന്നത്. ഇതിപ്പം വളമെല്ലാം ചേർത്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെ നമുക്ക് ഒരു മനസ്സമാധാനത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന വളം കൂടെ കുറച്ച് ചേർക്കാം. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ സ്യൂഡോമോണസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടി മിക്സും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ പോട്ടി മിക്സ് നമുക്ക് ചാണകത്തിനൊപ്പം ഒരു ചട്ടി ചാണകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ടത് തട്ടിയിടാം. അപ്പം കണ്ടിട്ട് നല്ല സംഭവമൊക്കെ തന്നെ കേട്ടോ. മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ 5 ചട്ടിക്ക് ഒരു ചാക്കെന്ന കണക്കിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് 5 എണ്ണത്തിൽ കൂടുതലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചട്ടിക്കകത്താക്കണം. നമ്മുടെ ചെടി എങ്ങനെയാണ് അതിനകത്തോട്ട് ആക്കുന്നതെന്നും കൂടെ നമുക്ക് കാണാനായിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിങ് നമ്മുടെ പോട്ടിനകത്തോട്ട് മാറ്റുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ മണ്ണ്, എപ്പോഴും ഏത് മണ്ണ് നമ്മൾ എടുക്കുമ്പോഴും ഇങ്ങനെ വേണം മിക്സ് ചെയ്യാനായിട്ട്. എങ്കിലേ നമ്മൾ ഇട്ടേക്കുന്ന വളം എല്ലായിടവും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നല്ല പൊടിഞ്ഞ കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. എല്ലാ ചട്ടിക്കകത്തും ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മുടെ ചെടിക്ക് നല്ലൊരു കൂളിങ് കിട്ടാനും വെള്ളം ആവശ്യത്തിന് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയിലേൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചട്ടിക്കകത്ത് നമുക്ക് എന്ത് വേണമെന്ന് അറിയാമോ, ഈ ചെടികളെല്ലാം ഇനി നമുക്ക് നടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 10-25 ചെടികൾ ഞാനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളെയും കൂടെ ഒന്ന് കണ്ടാലോ, മാറ്റി വയ്ക്കാനുള്ള. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നതായ 25 ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ കൈവശമുള്ളതായ ചെടികൾ മാറ്റി നടണം. അതിന് വേണ്ടിയിട്ട് 25 ചട്ടിയിലിരിക്കുന്നതായ ചെടികൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി പുതിയ ചട്ടിയിലോട്ട് മാറ്റാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇതെല്ലാം. നമ്മുടെ ഇപ്പോഴത്തെ ചൂടിനെയൊക്കെ അതിജീവിച്ച് ഇത്രയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്നതായ ചെടികൾ നമ്മൾ ഫുള്ള് ആ ചട്ടിയിൽ നിന്ന് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ പുതിയ ചട്ടിയിലോട്ട് എങ്ങനെ നടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ, ഇപ്പോൾ അത്യാവശ്യം ചെടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതേപോലെ ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, ചട്ടി നിറഞ്ഞിങ്ങനെ അങ്ങ് നിൽക്കുക കണ്ടല്ലേ, ഇഷ്ടംപോലെ തൈകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ ഇലയുടെ അറ്റമെല്ലാം ഇങ്ങനെ കരിഞ്ഞുമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുനിന്ന് ഇതിനെ ഇനി പൊക്കിയെടുത്തതിന് ശേഷം നമ്മുടെ പുതിയ ചട്ടിയിലോട്ട് ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് കൊണ്ടുപോയി എടുക്കുന്ന രീതി ഒന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാം ചെടിയുണ്ടല്ലോ, അതും ഈ ചട്ടി നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. തന്നെയല്ല അതിൻ്റെ വേരുകളെല്ലാം ഇങ്ങനെ പൊങ്ങി വരാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി ചട്ടി അഥവാ
പൊട്ടിപ്പോയാലോ എന്ന് വിചാരിക്കുക. കണ്ടോ, ഇത്രയും അങ്ങ് നിറഞ്ഞ് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി 2 എണ്ണത്തിനകത്തോട്ട് ആക്കാമെന്ന് വിചാരിക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇത് ഒരു വലിയൊരു മരമായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിനെ മാറ്റാം. കുറേ തൈകളും ഒക്കെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പാമ്പിനെ തന്നെയാണ് ആദ്യമേ എടുത്തിരിക്കുന്നത്. അപ്പം ഏത് ചെടിയാണോ നമ്മൾ മാറ്റി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ തലേന്നേ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടേക്കണം. എന്താണെന്ന് വെച്ചാൽ ആ മണ്ണും കല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പം അതൊന്ന് കുതിർന്നിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം വെള്ളം ഒഴിച്ച് ഇടുന്നത്. എന്നിട്ട് എന്ത് വേണമെന്നറിയാമോ, നമ്മൾ ചെടി എപ്പോഴാണോ നടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരു പഴയ കത്തിയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. 4 സൈഡും ഒന്ന് മണ്ണ് ഈ ചട്ടിയിൽ നിന്ന് വിടുവിച്ച് കൊടുക്കണം. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ചെടിയെ ഒരിക്കാൻ മതി. നമുക്കിനി പൊക്കിയെടുക്കണം. ചട്ടിയുടെ ഷേപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ചട്ടിയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1-2 തൈകളെ നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റണം. അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഉള്ളതായ ആവശ്യമില്ലാത്ത ഇലകളെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഉണങ്ങി നിൽക്കുന്നതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതൊരു 2-3 എണ്ണമൊക്കെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് നല്ല രസമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇൻഡോറും ഒക്കെ വെക്കാനായിട്ട് നല്ല രസമായിട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതായ പഴുത്ത ഇലകളെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഉണ്ടല്ലേ? ഇനി നമുക്കിതിനെ 2 ആക്കണം. അപ്പോൾ നല്ലൊരു കത്തിയൊക്കെ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് വേർപിടിച്ച് എടുക്കണം കേട്ടോ. ഇതിൻ്റെ വേരൊക്കെ ഭയങ്കര വേരായിരുന്നു. ഒരു 3 തൈയായിട്ട് ഇതിനെ മാറ്റുകയാണേ. പിന്നെ ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോളും. ഇതിപ്പോൾ 3 എണ്ണം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് കുറച്ച് മണ്ണൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം പുതിയ ചട്ടിയിലോട്ട് ആക്കാൻ പോവാം. ഇത്രയും മതി. ഇത് ഈ മണ്ണ് ഇത് മൊത്തം വേരാ. ഇനി ആ ചട്ടിക്കകത്ത് നിൽക്കാനുള്ള സ്ഥലമേ ഇതിനകത്തില്ല. കണ്ടില്ലേ? കണ്ടോ? ഫുള്ള് വേരായിരുന്നു. ഇനി നമ്മുടെ പുതിയ ചട്ടിക്കകത്തോട്ട് ഞാൻ ആക്കുകയാണ്. അപ്പം പുതിയ ചട്ടിക്കകത്ത് കരിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നതായ പോട്ട് മിക്സ് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും സുഡോമോണസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചെടീനെ നമ്മളിതിനകത്തോട്ട് ആക്കുകയാണ്. ഒരു ചെടീനെ ഇതിനകത്തോട്ട് വയ്ക്കാം. ഒരു കുഴിയും കൂടെ ഒക്കെ എടുത്ത് അതിനെ ഒന്ന് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പോട്ട് മിക്സാണ് കേട്ടോ. അപ്പം ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി. നല്ല ഇതിനകത്ത് ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്ത പോട്ട് മിക്സായിരുന്നു. നല്ലതുപോലെ അങ്ങ് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പം പാം ചെടിയെല്ലാം ഇതേപോലെ നമുക്ക് നട്ടു വെക്കാം. ഇനി അടുത്ത ഒരു ചെടിയും കൂടെ നമുക്ക് നോക്കാം എങ്ങനെ നടുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേരുമൊക്കെ ആയിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് എന്ത് വേണമെന്നറിയാമോ, നമ്മുടെ മീൻ കട്ട് ചെയ്യുന്ന മാതിരിയൊക്കെ കട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത്രമാത്രം വേര് തൈകളുമായിട്ട് നിറഞ്ഞു നിൽക്കുക. കണ്ടോ? നമ്മുടെ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. എത്ര ചെടികളാണെന്ന് നോക്കുന്നത്, നിരന്ന് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 ചട്ടിക്കകത്ത് നടാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രം എടുക്കാം. ബാക്കി അങ്ങോട്ട് ഇവിടെ ഇരിക്കട്ടെ. ഒന്നും കളയുന്നില്ല, വേറെ ചട്ടിക്കകത്തോട്ടൊക്കെ ആക്കണം. അപ്പം ഇതിനകത്തുള്ള ആവശ്യമില്ലാത്ത കുറച്ച് മണ്ണും വേരും ഒക്കെ പോട്ടെ നോക്കാം. ഇതൊക്കെ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിക്കകത്ത് വെക്കാവുന്ന പരുവത്തിന് നമുക്കെടുക്കാം. ഇത്ര ഇരുന്നോട്ടെ, ഇത്ര എടുക്കുകയാണേ. അപ്പം അതിനകത്തും ആവശ്യമില്ലാതെ നിൽക്കുന്നതിനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മഞ്ഞളിപ്പ് ബാധിച്ചതൊക്കെ പോട്ടെ. കണ്ടോ?
ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്കകത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനകത്തോട്ടും നമുക്ക് ഒരു 1.5 കോരി മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു ചെറിയ കുഴി എടുക്കണം. അതിനകത്തോട്ട് ഒരു ചെറിയ കുഴി എടുത്തതിന് ശേഷം അതിന് 4 വഴിക്ക് വേണ്ടി അങ്ങോട്ട് മണ്ണിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉറപ്പിച്ച് നിർത്തണം. ഒരു 3/4 ഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കണം. കാരണം നമ്മൾ കുറേ ഭാഗത്ത് ഒരു 1/4 ഭാഗത്തോളം കരിയിലയാണല്ലോ ഇട്ടേക്കുന്നത്. അത് പെട്ടെന്ന് പൊടിഞ്ഞ് അതുമായിട്ടങ്ങ് ചേരും. ഇനി എല്ലാ ചെടികളും നമുക്ക് ഇതേപോലെ മാറ്റി നടണം. അപ്പോൾ അതിനിച്ചിരി സമയം എടുക്കും. ഓരോന്നോരോന്ന് ഇനി നടട്ടെ. ഇതിപ്പോൾ നമ്മുടെ അഗ്ലോണിമ ഉണ്ടല്ലോ, അഗ്ലോണിമ അധികം വലിപ്പമില്ലാത്തൊരു ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. അപ്പം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതൊന്നുമില്ല. അപ്പോൾ ഇതിനെ എടുത്തിട്ട് ഒരു വലിയ ചട്ടിയിലോട്ട് ആക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതും അതേപോലെ തന്നെ തലേ ദിവസം നമ്മൾ നനച്ച് വെച്ചതിന് ശേഷം കത്തി വെച്ചിട്ട് 4 വശവും ഒന്ന് മണ്ണൊന്ന് വിടുവിച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഇനി എടുക്കാം ഇതിനെ കേട്ടോ. ഇങ്ങനെ ഒന്ന് കമത്തി കൊടുത്തിരുന്നാൽ മതി. അതിന് വന്നോളാം. കണ്ടോ, കുറച്ച് മണ്ണിങ്ങനെ കൊഴിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കതാണ്ട് ആവശ്യമില്ലാത്ത ഇലകളെയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്തോട്ടങ്ങ് വയ്ക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റുന്നൊന്നുമില്ല കേട്ടോ. ഈ തൈകളെ മൊത്തത്തിൽ ആയിരിക്കുമ്പോൾ ഒരു രസമാണത്. അത് കുറച്ചുകൂടെ പൊങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് മണ്ണിട്ട് കൊടുക്കാം. ഇത്രയൊക്കെ നിൽക്കണം. ഒന്ന് ഉറപ്പിച്ചങ്ങോട്ട് കൊടുത്തേക്കാം. ഇതിന് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതേപോലെ എല്ലാ ചെടികളും മാറ്റി വയ്ക്കാനായിട്ട് പോവുകയാണ്. ഏറെക്കുറെ ചെടികൾ. അപ്പോൾ അങ്ങനെ കൂടി നിൽക്കുന്നതും വയസ്സെന്ന് നിൽക്കുന്നതായ എല്ലാ ചെടികളെയും നമുക്കൊന്ന് മാറ്റിയിട്ട് ഇനി എല്ലാം കൂടെ ഒരുക്കിയിട്ട് കാണാം. ഇപ്പം ബാക്കി ചട്ടിക്കകത്തെല്ലാം ഇങ്ങനെ പകുതി മണ്ണ് വീതം ഇങ്ങനെ നിറച്ച് വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഓരോ ചട്ടിക്കകത്തും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെല്ലാം യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. എൻ്റെ അമ്മോ, അങ്ങനെ പണിപ്പുര കിടക്കുന്നുണ്ടോ. അപ്പം കുറേ ചെടികൾ നമ്മൾ റീപോർട്ട് ചെയ്തു. ബാക്കി ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ള പഴയ ചട്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ച ചെടികളൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അതുകൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ കുഴഞ്ഞു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രാസ് ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് സ്നേക്ക് പ്ലാന്റിങ് ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മുകളിലൊക്കെ മുകളിലത്തെ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അവിടെ എല്ലാം മണി പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. അതിനെ ഇനി ഒരു ദിവസം എല്ലാം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ റീസെറ്റ് ചെയ്ത് വെക്കണം അതിന്. അവിടെ എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാൻ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പോട്ടിനകത്തോട്ട് നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ അവിടെ മേലത്തെ സ്റ്റാൻഡിനകത്ത് 2 ലൈനായിട്ട് അങ്ങേ അറ്റം വരെ ചെയ്തിട്ടുണ്ട്. എല്ലാ ചെടികളും ഇത് ഇരിക്കുന്ന എല്ലാം മാറ്റി വെച്ചതാണ്. താഴെ ഇരിക്കുന്ന വെള്ള പോട്ടിനകത്തിരിക്കുന്നത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം സ്നേക്ക് പ്ലാന്റ് അതിന് ബോർഡറായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം, അഭിപ്രായം ഒന്ന് പറയണം. ഈ പോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പോട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. വെയിലൊക്കെ കൊള്ളാൻ പറ്റുന്നതാണോ ഒന്നും അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കളർ പോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും പലതരത്തിലുള്ളതായ മണി പ്ലാന്റൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെടികളൊന്ന് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിരിക്കുന്ന സ്ഥലം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ വേരെല്ലാം കൂടെ തിങ്ങി നിറഞ്ഞിട്ട് അതിന് ശ്വാസം വിടാൻ വയ്യാതെ ആയിരിക്കും ചിലപ്പം ചെടികൾ നിൽക്കുന്നത്. അങ്ങനെ ചെടികൾ നിന്നിട്ട് അങ്ങ് മുരടിച്ചു പോകും. അപ്പോൾ അന്നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് മാറ്റി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ഉഷാറായിട്ട് വളർന്നു വരികയൊക്കെ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജൈവ സ്ലറിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ ഉള്ള വീഡിയോക്കകത്ത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊക്കെ ഒഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊഴിക്കാം, ജൈവ സ്ലറി ഒഴിക്കാം, പൊടിഞ്ഞ ചാണകം ഇട്ട് കൊടുക്കാം, വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. എന്ത് വളം ഉണ്ടെങ്കിലും നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ വളങ്ങളും നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇതേപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ട് അങ്ങ് വളർന്നു വന്നോളും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും കുറേ ചെടികളുണ്ട് കേട്ടോ. പല വെറൈറ്റി ചെടികളുണ്ട്. ഈ സൈഡിൽ ഇരിക്കുന്ന കുറേയൊക്കെ മാറ്റി വയ്ക്കാനുള്ളതാണ്. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല, നമ്മൾ കുഴഞ്ഞു പോകും.
അപ്പം പയ്യെ പയ്യെ ഓരോന്നും ഇനി മാറ്റിക്കൊണ്ടേയിരിക്കണം. നല്ല അത്യാവശ്യം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെയും പപ്പയുടെയും രാവിലത്തെ ജോലിയായിരുന്നു ഇതെല്ലാം. അപ്പം മുകളിൽ നമ്മുടെ സ്റ്റാൻഡിനകത്തും കമ്പിക്കകത്തും കുറേ ചെടികളൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, ഈ ബോർഡറായിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമുക്കത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ നടാൻ ഏറ്റവും നല്ലതാണ്. അപ്പം അത് നമ്മൾ പിന്നെ അത്യാവശ്യം ഇനി സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ടേബിളിൻ്റെ പുറത്ത്, ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത്, എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമുള്ളൊരു ചെടിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻട്രൻസിൽ നമ്മൾ എന്താണ് 2 എൻജോയ് പോത്തോസ് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് അല്ലേ, പൂക്കുറ്റി മാതിരി ഇങ്ങനെ ഒരു ഫ്ലവർ പോട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അങ്ങ് എടുത്ത് വെച്ചിരുന്നാൽ മതി. കണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് അങ്ങ് നിന്നോളും, കാണാനൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതിനകത്തും നമ്മൾ അത്യാവശ്യം വളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പായിട്ട് അങ്ങ് നിന്നോളും. ഇതെല്ലാം മാറ്റി വെച്ചു. ഇവിടെ എല്ലാം ഇതൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം അതിൻ്റെ അടിവശമൊക്കെ നല്ലതുപോലെ തൂത്ത് ഒന്നും കയറിയിരിക്കാത്ത രീതി വേണം നമ്മൾ ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം പാമ്പോ ചേരയും തവളയും ഒന്നും കയറിയിരിക്കുക. തവളയൊക്കെ വന്നാൽ പാമ്പും എന്തായാലും വരും, കാട് പിടിച്ചൊക്കെ കിടന്നാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെടികൾ വെച്ചിരിക്കുകയാണ്. ഇവിടെ തെറ്റി എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഇത് അടീനിയത്തിൻ്റെ പല വെറൈറ്റി ഇരിപ്പുണ്ട്. അതിനകത്തൊന്നും പൂക്കളായിട്ടില്ല. ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇഷ്ടം പോലെ പൂക്കൾ എപ്പോഴും കാണും. അവിടെ എല്ലാം ഓരോ ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേയൊക്കെ നമ്മുടെ ഇത്രയൊക്കെ ചൂടൊക്കെ ആയപ്പോൾ അതിജീവിക്കാൻ പറ്റാത്ത ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വിങ്ക റോസ്, എപ്പോഴും പൂവുണ്ട്. അതിന് മാത്രമേ ഇവിടെ ഒരു കുഴപ്പമില്ലാത്തത്. പല കളറുണ്ട്. അതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ല, അതെന്നെങ്കിലും പലതരത്തിലുള്ളതായ പൂക്കൾ. വെള്ള, അതിനകത്ത് ഇത് പ്ലെയിൻ വെള്ള, ഇതിനകത്ത് ഡിസൈനുള്ള വെള്ള, ഇങ്ങനെ പലതരത്തിലുണ്ട്. പിന്നെ ഇപ്പം പലതരത്തിലുള്ള തെറ്റിയും അതുപോലെ ചെമ്പരത്തി ഒക്കെ വളർത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സെലോഷ്യ ചെടിക്കകത്തും പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ റീസെറ്റൊക്കെ ചെയ്യാനായിട്ടും റീപോർട്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് ഗാർഡനുകളുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെയും കൂടെയൊക്കെ ഒന്ന് ചെയ്താൽ ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൃഷിയെയും ഗാർഡനെയൊക്കെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോ ബാഗൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ, ഗ്രോ ബാഗ്, അതുപോലെ ചെടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.